ഈ ഒരു മാസം ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ബൈക്കാണ് നമ്മുടെ ഹസ്കോർണയുടെ സ്വാട്ട് പില്ലൻ്റെ ഒരു 401 എന്ന മോഡൽ. ഈ ഒരു ബൈക്കിന്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഹസ്കോർണയുടെ 2 വേരിയന്റ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. സ്വാട്ട് പില്ലനും ഉണ്ട്, വിറ്റ് പില്ലനും ഉണ്ട്. അത് നമ്മളെ KTMന്റെ ഡ്യൂക്ക് 250 ഉപയോഗിച്ചുള്ള അതേ ഒരു 250cc എഞ്ചിൻ വരുന്ന ഒരു മോഡലാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന മോഡൽ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു CC കൂടിയ മോഡലാണ്. നിലവിൽ ഹസ്കോർണ എന്ന് പറയുന്നത് നമ്മളെ KTMന്റെ അണ്ടറിൽ വരുന്ന ഒരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ്. KTMന്റെ ബൈക്സിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഹസ്കോർണയുടെ എല്ലാ മോഡലും കാണുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന മോഡൽ നമ്മളെ KTMന്റെ ഡ്യൂക്ക് 399 ഉപയോഗിച്ചുള്ള അതേ ഒരു എഞ്ചിൻ വരുന്ന ഒരു മോഡലാണ്. ഈ ഒരു ബൈക്കിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ഒക്കെ വന്നതാണ്. പഴയ സ്വാട്ട് ഫിലം വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ മാറ്റങ്ങളുണ്ട്. എന്നാലും ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളെ പഴയ സ്വാട്ട് ഫിലം പോലെ തന്നെയാണ്. എടുത്തു പറയേണ്ട മാറ്റം എഞ്ചിനിലാണ്. നമ്മളെ ഡ്യൂക്ക് 399 പുതിയ ഡ്യൂക്കിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ ഒരു 399cc ഡിസ്പ്ലേസ്മെന്റ് വരുന്ന എഞ്ചിനാണ്. ഒരു 399cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. 46 BS ഓഫ് പവറും 39 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ തന്നെയാണ്. KTMന്റെ ഇപ്പം ഇറങ്ങിയ എഞ്ചിൻ എന്ന് പറയുന്നത് ഡ്യൂക്ക് 390 എഞ്ചിൻ എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഏകദേശം പുതിയ ഡ്യൂക്കിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് ഏകദേശം 400cc ആണ്. 400 ഇല്ല 399 ആണെങ്കിലും അത്രത്തോളം എഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ബോറൊക്കെ കൂടിയിട്ടുണ്ട്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനുള്ള ബൈക്ക് കുറച്ചും കൂടി വില കുറവിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അതായത് KTMന്റെ ഡ്യൂക്ക് 390 കുറച്ചും കൂടി വില കുറവിൽ നമ്മൾ ഹസ്കോർണയുടെ സ്വാട്ട് ഫിലൻ 40 നമുക്ക് വാങ്ങാൻ പറ്റും. അതായത് ഡ്യൂക്കിൻ്റെ എഞ്ചിൻ അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും വേറെ ഫീച്ചേഴ്സോ അങ്ങനെ വലിയ ടെക്നോളജിക്കൽ കാര്യങ്ങളൊന്നും ഡ്യൂക്കിൻ്റെ കാര്യങ്ങളൊന്നും ഈ ഒരു ബൈക്കിന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വിലക്കുറവിൽ ഈ ഒരു ബൈക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഫ്രണ്ടിലൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു LED ഹെഡ്ലൈറ്റ് ആണ്. ബാക്കിലെ ടെയിൽ സെക്ഷനും LED ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ടെലിസ്കോപ്പിക് ഫോർക്കും ബാക്കിലൊരു അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കും ആയിരിക്കും. ഈ ഒരു ബൈക്കിൻ്റെ ഒരു കാർബ് വെയിറ്റ് ഏകദേശം 160 അടുപ്പിച്ചായിരിക്കും. ഇനി ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ടാവും. ഡുവൽ ചാനൽ ABS 360 സ്ലിപ്പർ ക്ലച്ചൊക്കെയാണ്. പിന്നെ ഫുള്ളി സ്റ്റീൽ ഫ്രെയിമിലാണ് ഈ ഒരു ബൈക്ക് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ബ്രേക്കിൻ്റെ സൈസ് ഒക്കെ വരുന്നത് 4 പിസ്റ്റൺ കാലിബറിൻ്റെ ഫ്രണ്ടിൽ 300 mm ബാക്കിൽ 240 mm ആയിട്ടുള്ള ഒരു ഡിസ്ക് ബ്രേക്കാണ്. എന്തായാലും ഈ ഒരു ബൈക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് വരാൻ പോകുന്നത് 2,80,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിൻ്റെ റൈവലായിട്ട് വരുന്ന മോഡൽ നമ്മുടെ STന്റെ സ്ക്രാംബ്ലർ, പിന്നെ സ്പീഡ് 400, സ്ക്രാംബ്ലർ 400X പോലുള്ള ബൈക്കുകളായിരിക്കും. ഇനി ലോഞ്ച് ഡേറ്റ് നോക്കുവാണെങ്കിൽ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അൺഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. ജനുവരി 21 അൺഒഫീഷ്യലായിട്ട് വന്ന ലോഞ്ച് ഡേറ്റ്.